നമ്മളോട് നമ്മുടെ ഒരു കസ്റ്റമർ അവർക്കൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടായിരിക്കും അവർക്ക് ആ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്? അപ്പോൾ നമുക്കിന്ന് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം അല്ലേ? അതായത് നമ്മളിന്ന് ഫാഷൻ കോൺസെപ്റ്റ് എന്നുള്ള ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ കസ്റ്റമർ നമുക്കൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ആ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത് മെയിനായിട്ടും 6 പോയിൻറ്റ്സ് ആണ്. ഫസ്റ്റ് വൺ ഏജ് ഗ്രൂപ്പ്, ആൻഡ് സെക്കൻഡ് വൺ ബോഡി സ്ട്രക്ചർ, സീസൺ, ഒക്കേഷൻ, ട്രെൻഡ്, ആൻഡ് ലാസ്റ്റ് വൺ സറൗണ്ടിങ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതിന് മുന്നേ ആയിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക്സ് മുതൽ, അതായത് തിയറി ക്ലാസ്സസ് മുതൽ തന്നെ നമ്മൾ ഓരോ എപ്പിസോഡ്സ് ആയിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ ഓരോ വീഡിയോയിലും ഇത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോസ് ഇപ്പോഴും പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ഇത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴും ഞാൻ അനലിസ്റ്റിക്സ് ഒക്കെ എടുത്ത് നോക്കുമ്പം കൂടുതൽ ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസിനും ഇതിങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇറ്റ്സ് മീ ഫർഹാന ഷിഹാബ്. വെൽക്കം ടു ലിറിയ ഫാഷൻസ്. നമ്മുടെ ഒരു കസ്റ്റമർക്ക് ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 6 പോയിൻറ്റ്സ് ആണ് മെയിനായിട്ടും വരുന്നത്. ബോഡി സ്ട്രക്ചർ, ഏജ് ഗ്രൂപ്പ്, സീസൺ, ഒക്കേഷൻ, ട്രെൻഡ്, അതുപോലെ സറൗണ്ടിങ്. ഈ ഒരു 6 പോയിൻറ്റ്സ് ആണ് ഈ നമ്മൾ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യുമ്പം കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിൻ്റ് ആയിട്ടുള്ള ബോഡി സ്ട്രക്ചറിനെ കുറിച്ചിട്ട് ആദ്യം ഒന്ന് നോക്കാം അല്ലേ? ബോഡി സ്ട്രക്ചറിന് അനുസരിച്ചിട്ടുള്ള ഡ്രസ്സ് ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഞാൻ നമ്മുടെ മുന്നത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടെ ഡ്രസ്സിങ്ങിലൂടെ ഒരു ഇല്യൂഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമുക്കൊരു സ്ലിം ആയ ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു ഫാറ്റി ആയിട്ടുള്ള ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ടൈപ്പ് ഡ്രസ്സ് വെയർ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നേ വീഡിയോയിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ബോഡി സ്ട്രക്ചറിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഓരോ ഡിസൈനേഴ്സിൻ്റെയും ഡ്യൂട്ടി തന്നെയാണ്. നമുക്ക് അവർക്കൊരു കൺഫ്യൂഷൻ വരുന്ന, അതായത് നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരു കൺഫ്യൂഷൻ വരുന്ന ടൈമിലായിരിക്കും അവർ നമ്മളെ സമീപിക്കുന്നത്. അപ്പോൾ നമുക്ക് അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയണം, നിങ്ങൾക്ക് ഈ ടൈപ്പിലുള്ള ഡ്രസ്സാണ് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഈ പ്രിൻറ്റ് വന്നിട്ടുള്ള ഡ്രസ്സാണ് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുണ്ടാവുക എന്നൊക്കെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തിയറി പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ബേസിക് ആയിട്ടുള്ള തിയറി ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നത്. ഇതുവരെയും നമ്മൾ പ്രാക്ടിക്കലിലോട്ട് പോയിട്ടില്ല. വൈകാതെ തന്നെ നമ്മൾ പ്രാക്ടിക്കൽസിലോട്ട് പോകുന്നതാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ടും ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല ഡിസൈനറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും തിയറി ക്ലാസ്സസ് ഒക്കെ നമ്മുടെ ചാനലിൽ ഇപ്പം അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കസ്റ്റമറിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഡിസൈന് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഓരോ ഫാഷൻ ഡിസൈനേഴ്സിൻ്റെയും ഡ്യൂട്ടി തന്നെയാണ്. നമ്മൾക്ക് വരുന്ന കസ്റ്റമേഴ്സ് കൂടുതലായിട്ടും 4 ടൈപ്പ് ആളുകളായിരിക്കും വരുന്നത്. അതായത് ടോൾ ആൻഡ് സ്ലിം ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഷോർട്ട് ആൻഡ് സ്ലിം ആയിട്ടുള്ള ആളുകൾ, അതുപോലെ ഫാറ്റ് ആൻഡ് ടോൾ ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഷോർട്ട് ആൻഡ് ബൾക്കി ആയിട്ടുള്ള ആളുകൾ. ഇങ്ങനെ 4 ടൈപ്പ് ആളുകളായിരിക്കും നമുക്ക് മെയിനായിട്ടും വരുന്നത് അല്ലേ? അപ്പോൾ ഈ 4 ടൈപ്പ് ആളുകൾക്കും ഏത് ടൈപ്പ് ഡ്രസ്സസാണ് സ്യൂട്ടാവുക എന്നുള്ളത് നമുക്ക് ഒരു അറിവ് വേണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് കറക്റ്റായിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനൊക്കെ കുറിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ മുന്നേ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ ഒരു ക്ലാസ്സസ് പാർട്ട് 1 മുതൽ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനൊരു കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഫാഷൻ ഡിസൈനിങ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക.
നമ്മുടെ പാർട്ട് 1 മുതൽ തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടുകയുള്ളൂ. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഏജ് ഗ്രൂപ്പാണ്. ഏജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പം നമ്മുടെ ഓരോ ഏജ് ഗ്രൂപ്പിനും ഓരോ ഡ്രസ്സസ് ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അങ്ങനെ ഒരു കാര്യമില്ല. ഏജ് ഗ്രൂപ്പിനനുസരിച്ചിട്ടുള്ള ഒരു ഡ്രസ്സ് വെയർ ചെയ്യുക എന്നുള്ളൊരു സംഭവം ഇന്ന് ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇന്ന് ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലാണെന്നുണ്ടെങ്കിലും വിദേശത്താണെന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഡ്രസ്സസും വെയർ ചെയ്യുന്നത് നമുക്ക് കാണാം അല്ലേ. അപ്പോൾ നമ്മുടെയൊക്കെ പാരൻസ് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് ഒക്കെ നമ്മൾ യൂഷ്വലി കാണാറുള്ളത് സാരി അല്ലെങ്കിൽ ചുരിദാർ, അല്ല മുസ്ലിംസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അബായ, ഇങ്ങനെയുള്ള ഡ്രസ്സസൊക്കെ ആയിരിക്കും വെയർ ചെയ്ത് കണ്ടിട്ടുണ്ടാവുക. പക്ഷേ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഡ്രസ്സസും എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളും വെയർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇന്ന് വാല്യുബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണലി ഉള്ളൊരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് വാല്യുബിൾ അല്ല എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം നമുക്കറിയാമല്ലോ, നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് ആളുകൾ, ഒരുപാട് ഏജ് ആയിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ ടീനേജേഴ്സൊക്കെ വെയർ ചെയ്യുന്ന പോലത്തെ ഡ്രസ്സസൊക്കെ വെയർ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്കിലും നമ്മൾ ഈ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഏജ് ഗ്രൂപ്പ് നമുക്ക് മെയിനായിട്ടും 6 ഏജ് ഗ്രൂപ്പായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഇൻഫാൻറ്റ്, അതായത് ന്യൂ ബോൺ ബേബീസ് എന്നൊക്കെ നമ്മൾ പറയാമല്ലോ. അതൊരു 6 മാസം വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ ഈ ഒരു ഇൻഫാൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ടോഡ്ലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 months to 2 years വരെ വരുന്ന കുട്ടികളെയാണ് നമ്മൾ ടോഡ്ലേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ പ്രീ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 to 4, 5 ആ ഒരു ഏജിൽ വരുന്ന കുട്ടികളെയാണ് നമ്മൾ പ്രീ സ്കൂൾസ് എന്ന് ആ ഒരു ഏജ് ഗ്രൂപ്പിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ടീനേജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 13 to 19 ആ ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്ന കുട്ടികളെയാണ് നമ്മൾ നോർമലി ടീനേജേഴ്സ് എന്ന് പറയാറുള്ളത്. നെക്സ്റ്റ് വൺ അഡൾട്ടാണ്. അഡൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 20 to 35, 40 ആ ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്ന ആളുകളാണ് അഡൾട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി 46 to 65 ഇയേഴ്സ് വരുന്ന ആളുകളെയാണ് നമ്മൾ ഏജ്ഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നുമില്ല. നമ്മുടെ പ്രായം എന്ന് പറയുന്നത് ഒരു നമ്പറിനെ വെച്ചിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. നമ്മുടെ മെൻ്റലി എത്രത്തോളം നമ്മൾ ഹെൽത്തി ആണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് പ്രായം വരുന്നത്. നമ്മൾ മെൻ്റലി നമ്മളിപ്പോഴും ചെറുപ്പമാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോഴും ചെറുപ്പമാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. തേർഡ് വൺ എന്ന് പറയുന്നത് സീസണാണ്. അതായത് നമുക്കറിയാം ഓരോ വർഷത്തിലും പല പല സീസൺസ് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ സീസണിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സസ് വേണം നമ്മൾ ഡിസൈൻ ചെയ്ത് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഓരോ സീസണിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള കളേഴ്സ് അല്ലെങ്കിൽ പ്രിൻറ്റുകളൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കണം. നമ്മളിപ്പം വിൻ്റർ സീസണിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വാം കളേഴ്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. അതുപോലെ തന്നെ നമ്മൾ സമ്മർ സീസണിലാണെന്നുണ്ടെങ്കിൽ അവിടെ കൂൾ കളേഴ്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതായത് നമ്മൾ കൂൾ കളേഴ്സ് കൂടുതലായിട്ടും ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഹീറ്റിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ നമുക്ക് ബ്രൗണ് അതുപോലെ ഡാർക്ക് ഷെയ്ഡ്സ് ഒക്കെ വരുന്ന കളേഴ്സ് നമുക്ക് വിൻ്റർ സീസണിൽ വെയർ ചെയ്യാം. പക്ഷേ ചില സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് കൂൾ കളേഴ്സിനെ ഒന്നുകൂടി ഡാർക്കൺ ചെയ്തുകൊണ്ട് നമുക്ക് വിൻ്റർ സീസണിൽ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് വാം കളേഴ്സിനെ ഒന്നുകൂടി ലൈറ്റൺ ചെയ്തുകൊണ്ട് സമ്മർ സീസണിലും വെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെയൊക്കെ നമുക്ക് ചെയ്തുകൊണ്ട് ഡ്രസ്സസുകളിലൊക്കെ കളേഴ്സും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ ഇനി നമ്മൾ സ്പ്രിംഗ് സീസൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പ്രിംഗ് സീസണിൽ നമുക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സീസൺ എന്നുള്ള ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഒക്കേഷനാണ്. നമ്മുടെ ഡ്രസ്സിങ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഓരോ ഒക്കേഷനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സസ് വേണം വെയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളിപ്പോൾ ഒരു കാഷ്വലി പുറത്ത് പോകുമ്പം, അതായത് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പം നമ്മൾ ഒരിക്കലും അവിടെ ഒരുപാട് വർക്ക് വരുന്ന പാർട്ടി വെയർ ഡ്രസ്സസൊന്നും നമ്മൾ വെയർ ചെയ്യാറില്ല. നമ്മളവിടെ നോർമൽ ഒരു ജീൻസ് ആൻഡ് ടോപ്പ് അല്ലെങ്കിൽ ഒരു ചുരിദാർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും വെയർ ചെയ്ത് പോകുന്നത് അല്ലേ. അതല്ലാതെ നമ്മളൊരു കല്യാണത്തിനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവിടെ നമ്മൾ കാഷ്വലായിട്ട് പുറത്ത് പോകുമ്പോൾ വെയർ ചെയ്ത ആ ഒരു ജീൻസും ടോപ്പും വെയർ ചെയ്യുന്നില്ല. പകരം നമ്മളവിടെ വർക്കൊക്കെ വന്നിട്ടുള്ള ഒരു പാർട്ടി വെയർ ഡ്രസ്സായിരിക്കും ഈ ഒരു കല്യാണത്തിന് പോകുമ്പോൾ വെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു നോർമലി നമ്മൾ പുറത്ത് പോകുമ്പോൾ വെയർ ചെയ്യുന്നതും വെഡ്ഡിങ്ങിനൊക്കെ നമ്മൾ പോകുമ്പോൾ വെയർ ചെയ്യുന്നതും രണ്ടും രണ്ട് രീതിയിലുള്ള ഡ്രസ്സസാണ്.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒക്കേഷൻ അനുസരിച്ചിട്ട് വേണം ഡ്രസ്സിങ് ചെയ്യാൻ എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഒക്കേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ടോപ്പിക്കിൽ പറയാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രെൻഡാണ്. ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഇൻ ഫാഷൻ സെൻസ്, അതായത് കറണ്ട് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന ഫാഷൻ സെൻസിനെയാണ് നമ്മൾ ട്രെൻഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പ്രസൻറ്റ് ഫാഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ഈ ഒരു ട്രെൻഡിനനുസരിച്ചിട്ടായിരിക്കും ഇന്ന് ഒരുപാട് ആളുകൾ ഡ്രസ്സസൊക്കെ വെയർ ചെയ്യുന്നത്. നമ്മളിപ്പം ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് വന്നു കഴിഞ്ഞാൽ അത് ഒരു കുറച്ച് ആളുകളുടെ കുറച്ച് ആളുകളുടെ കയ്യിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് പിറ്റേ ദിവസം തന്നെ പോയി നമ്മളത് വാങ്ങിക്കും. അപ്പോൾ അതെന്തുകൊണ്ടാണ് നമ്മളത് വാങ്ങിക്കുന്നത്? അതപ്പോൾ അവിടെ ഒരു ട്രെൻഡായി വന്ന ഒരു ഡ്രസ്സ് ആയതുകൊണ്ടാണ് നമ്മളത് വാങ്ങിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ട്രെൻഡിൻ്റെ കൂടെ പോകുന്നുണ്ട് അല്ലേ. ഈ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുമ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ. ഇനി നമ്മൾ 6th പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സറൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുമ്പം ചുറ്റുമുള്ളവരെ കൂടി നമ്മൾ പരിഗണിക്കുന്നുണ്ട്. അതായത് ചുറ്റുമുള്ളവരെ കൂടി നോക്കിയിട്ടായിരിക്കും നമ്മൾ അവിടെ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഒരു ഡ്രസ്സ് ഇട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊരു മൈൻഡിൽ നമ്മളെക്കുറിച്ചിട്ടൊരു എന്താ പറയുക, അവർ നമ്മളെക്കുറിച്ചിട്ടൊന്ന് വിലയിരുത്തും. നമ്മൾ റിച്ച് ആണോ അല്ലെങ്കിൽ സിമ്പിളാണോ, അതുപോലെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ മൈൻഡിൽ വിലയിരുത്തും അല്ലേ. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു സറൗണ്ടിങ് എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒരുപാട് സ്റ്റോൺ വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന ഡ്രസ്സസ് നമ്മൾ ഒരിക്കലും വെയർ ചെയ്യുന്നില്ല. അപ്പോൾ അത് നമ്മൾ വെയർ ചെയ്യാത്തത് നമ്മുടെ ചുറ്റുമുള്ളവരെ, അതായത് നമ്മൾ ഓഫീസിലോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു അറിവ് നമുക്ക് ഉണ്ടാകുന്നത് കൊണ്ടാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവരെ കൂടി നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റോൺ വർക്ക്സ് വരുന്ന ഡ്രസ്സസ് വെയർ ചെയ്യുന്നില്ല. നമ്മൾ നോർമലി ഓഫീസ് വെയേഴ്സ് അല്ലെങ്കിൽ അതുപോലെ സ്കൂളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ യൂണിഫോം അങ്ങനെയൊക്കെയാണ് വെയർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് ഈ ഒരു സറൗണ്ടിങ് എന്ന് പറഞ്ഞ ഈ ഒരു പോയിന്റിൽ വരുന്നത്. അപ്പോൾ ഓരോ നാട്ടിലും അവരുടേതായിട്ടുള്ള ഒരു ഡ്രസ്സിങ് സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഡ്രസ്സ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ ഈ ഒരു സറൗണ്ടിങ് എന്നുള്ള ഒരു പോയിന്റിലും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഈ ഒരു 6 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ടും ഡ്രസ്സ് ഡിസൈൻ ചെയ്യുമ്പം കൺസിഡർ ചെയ്യുന്നത്. ഇതല്ലാതെ ഒരുപാട് പോയിന്റ്സ് ഇനിയും ഉണ്ടാവും അല്ലേ. അപ്പോൾ മെയിനായിട്ടും ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഡ്രസ്സ് ഡിസൈൻ ചെയ്തപ്പം ഈ ഒരു പോയിന്റ്സ് ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഡ്രസ്സ് ഡിസൈൻ ചെയ്തിരുന്നത്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇനി ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യുമ്പം ഈ ഒരു പോയിന്റ്സ് മൈൻഡിലുണ്ടായിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക്സ് മുതൽ തിയറി ക്ലാസ്സസ് മുതൽ നമ്മൾ ഓരോ എപ്പിസോഡ്സ് ആയിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ കമൻറ്റ്സ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് നമ്മുടെ വീഡിയോസ് കൂടുതൽ ബെറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ്സ് കൂടിയേ തീരും. എൻ്റെ വീഡിയോസിൽ, അതായത് ഞാൻ സംസാരിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ വീഡിയോസ് കൂടുതൽ ബെറ്റർ ആക്കാനും കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് നെഗറ്റീവാണ് എന്നുണ്ടെങ്കിലും പോസിറ്റീവാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.